ഇതോടുകൂടി ചോദ്യോത്തര സെഷൻ അവസാനിക്കുകയാണ്. ഇവിടെ വിഷയാവതരണങ്ങളിലും ചോദ്യോത്തരങ്ങളിലും നമ്മുടെ സംവാദം ധന്യമായി. ഇനി ഉപസംഹാര പ്രസംഗങ്ങളാണ്. ഒന്നാമതായി സമാപന സംസാരം നടത്തുന്നതിനു വേണ്ടി രാഹുൽ ഈശ്വരനെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. 10 മിനിറ്റ് സമ്മറിയിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ എന്റെ വിനയപുരസരമുള്ള അഭ്യർത്ഥന, ഇന്ന് നമ്മൾ ജീവിക്കുന്ന ലോകത്ത് അസഹിഷ്ണുത ഒരുപാട് വളർന്നു വരുന്നുണ്ട്. രാഷ്ട്രീയം മതത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നുണ്ട്. പരസ്പരം സംഘർഷങ്ങൾ വരുന്നുണ്ട്. നമ്മൾ വിമർശിക്കുമ്പോൾ പോലും ചില മാന്യതകളും മര്യാദകളും ചില അടിസ്ഥാന തത്വങ്ങളും വെച്ച് വേണം മുമ്പോട്ട് പോകാൻ. ഞാൻ എപ്പോഴും അതുകൊണ്ട് ശ്രദ്ധിക്കാറുണ്ട്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പേര് പറയുമ്പം പ്രവാചകൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു തുടങ്ങാറ്. വേറൊന്നും കൊണ്ടല്ല, അതൊരു ബഹുമാന സൂചകമായിട്ടാണ്. ഹിന്ദുവായ എനിക്ക് വേണമെങ്കിൽ രാമനെ മിസ്റ്റർ രാം എന്ന് വിളിക്കാം. പക്ഷേ വേറൊരാള് വിളിക്കുമ്പോൾ ശ്രീരാം എന്ന് വിളിക്കുന്നതായിരിക്കും മാന്യത. യേശുദേവനെ കുറിച്ച് ഒരുപാട് ബൗദ്ധികമായ വിമർശനമുണ്ട്. ഉദാഹരണം, യേശുദേവൻ ഡിസംബർ 25 അല്ല ജനിച്ചത് എന്ന് പോപ്പ് എഴുതിയിട്ടുണ്ട്. പോപ്പിന്റെ ഇൻഫൻസി നറേറ്റീവ്സ് എന്ന പുസ്തകത്തിൽ സാക്ഷാൽ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ പോപ്പ് പറയുന്നത് യേശുദേവൻ ജനിച്ചത് ഡിസംബർ 25 അല്ല എന്നാണ്. ഇത് പോപ്പിന് പറയാം. പക്ഷേ നാളെ അതൊരു ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ട വ്യക്തി പറയുകയാണെങ്കിൽ അത് പരസ്പര സംഘർഷത്തിലുള്ള കാര്യങ്ങളിലെ ഇടവെക്കും. അതേപോലെ തന്നെ എനിക്ക് അദ്ദേഹത്തോടുള്ള അഭ്യർത്ഥന, അദ്ദേഹം ചരിത്രകാരന്മാരുടെ പേരൊന്നും കോട്ട് ചെയ്യില്ല. കൃഷ്ണൻ ജീവിച്ചിരുന്നില്ല എന്ന് പല ചരിത്രകാരന്മാരും പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇതേപോലെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഹേറ്റ് ഹിസ്റ്റോറിയൻസ് ഉണ്ട്. ഒരുപാട് പേര് ക്രിസ്തു ജീവിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരുപാട് പേരില്ലേ? ഇതേപോലെ പ്രവാചകൻ മുഹമ്മദിനെ മോശമായി പറയുന്ന ഒരുപാട് പേരില്ലേ? ഞാൻ മാതൃഭൂമിയിലെ ആ വിവാദം നിങ്ങൾ പലരും ശ്രദ്ധിച്ചു കാണും. മാതൃഭൂമിയൊക്കെ വളരെ സെക്കുലറായി ചിന്തിക്കുന്ന നാഷണലിസ്റ്റിക് ആയ പേപ്പേഴ്സാണ്. ഒരു കാരണവശാലും മാതൃഭൂമിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ശ്രദ്ധാക്കുറവോ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, ജാഗ്രതാ കുറവ് വരരുതായിരുന്നു. എന്താ കാരണം? കാര്യം അതിന്റെ പേരിൽ പരസ്പരം ആൾക്കാർ തമ്മിൽ തല്ലാൻ നിൽക്കും. അപ്പൊ ആ അർത്ഥത്തിൽ ഈ എന്റെ കാഴ്ചപ്പാട്, അതിന് ഒരുപാട് ചരിത്രത്തിന് ദൃഷ്ടികളുണ്ട്. അതായത് പഴയ ദ്വാരക നമ്മുടെ മറൈൻ ആർക്കിയോളജിസ്റ്റുകൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. പഴയ സരസ്വതി നദി, BC 2500 വറ്റിപ്പോയ സരസ്വതി നദി ഇന്ന് ബ്രിട്ടീഷ്, അതും ഇന്ത്യക്കാരല്ല, ഇന്ത്യക്കാരാണോ ഹിന്ദുക്കളാണെങ്കിൽ വർഗീയവാദികളാണെന്ന് പറയും, ബ്രിട്ടീഷ് ആർക്കിയോളജിസ്റ്റുകൾ പലപ്പോഴും അത് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ നൂറ്റാണ്ടുകളുടെ സൗരഭ്യം ഉറങ്ങുന്നൊരു മണ്ണാണ്. എല്ലാ വ്യക്തികൾക്കും ഇവിടെ എക്സിസ്റ്റ് ചെയ്യാൻ സ്പേസ് ഉണ്ട്. എല്ലാ വ്യക്തികളും അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇതിനെ ഒരുമിച്ച് മുമ്പോട്ട് കൊണ്ടുപോകേണ്ട വലിയൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇന്ത്യയുടെ വരികൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. 2 മിനിറ്റോളം പറയണം. അത് എഴുതിയിരിക്കുന്നത് നമ്മുടെ സാരേ ജഹാംസെ അച്ഛ ശ്രീ മുഹമ്മദ് ഇക്ബാലാണ്. മുഹമ്മദ് ഇക്ബാല് സാരേ ജഹാംസെ അച്ഛയെ കുറിച്ച് എഴുതുമ്പോൾ അതിന്റെ അവസാന 2 വരികൾ, മുഹമ്മദ് ഇക്ബാലിന്റെ ഭാവിയും അതിനുശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷേ മുഹമ്മദ് ഇക്ബാൽ സാരേ ജഹാംസെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന മനോഹരമായ ജനഗണമനയോടൊപ്പം വന്ദേമാതരത്തോടൊപ്പം നിൽക്കുന്ന കവിതയിൽ ഇന്ത്യയെക്കുറിച്ചുള്ള ഏറ്റവും നല്ല പരാമർശങ്ങൾ അവസാന ആ 4 വരികളാണെന്നാണ് എന്റെ വിശ്വാസം. മുഹമ്മദ് ഇക്ബാൽ പറയുന്നു, യൂനൻ ഓ മിസർ ഓ റോമ സബ് മിട്ടുകയെ ജഹാസെ അബ് തക് മഗർ ഹെ ബാക്കി നാമോർ നിഷാൻ ഹമാര. യൂനൻ എന്ന് പറഞ്ഞാൽ യവനൻ, ഗ്രീക്കുകാരൻ. മിസർ എന്ന് പറഞ്ഞാൽ പഴയ ഈജിപ്തുകാരൻ. റോമാക്കാരൻ. സബ് മിട്ടുകയെ ജഹാസെ, ഇവിടെ നിന്ന് എല്ലാവരും ഈ ലോകത്തു നിന്ന് ഇല്ലാതായിപ്പോയി. അബ് തക് മഗർ ഹെ ബാക്കി നാമോർ നിഷാൻ ഹമാര, ഇന്നും ബാക്കി നിൽക്കുന്നു നമ്മുടെ പേരും നമ്മുടെ ഐഡന്റിറ്റിയും. കുച്ച് ബാത്ത് ഹേ കി ഹസ്തി മിട്ടി നഹി ഹമാരി. ഇക്ബാല് പറയുന്നു, ചില കാര്യങ്ങൾ കൊണ്ടാണ് ഈ രാജ്യം നശിക്കാത്തത്, ചില കാര്യങ്ങൾ കൊണ്ടാണ് നമ്മുടെ സമൂഹം നിലനിന്ന് പോകുന്നത്. കുച്ച് ബാത്ത് ഹേ കി ഹസ്തി മിട്ടി നഹി ഹമാരി സദിയോ രഹാ ഹെ ദുഷ്മൻ ദോരേ സമാൻ ഹമാര. നൂറ്റാണ്ടുകളായിരുന്നു നമ്മളുടെ ശത്രു. അതായത് കാലത്തിന്റെ മഹാഗംഗാപ്രവാഹമാണ് നമ്മുടെ ശത്രു. ആ കാലത്തിന്റെ വെല്ലുവിളികളെ അതിജീവിച്ച് ഈ രാജ്യം, ഹിന്ദുസ്ഥാൻ, ഭാരതം, ഇന്ത്യ നിലനിൽക്കാനുള്ള കാരണം നമ്മുടെ ഈ നാനാത്വത്തിലെ ഏകത്വമാണ്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ആൻഡ് യുണൈറ്റഡ് ഇൻ ഡൈവേഴ്സിറ്റി ആണ്. അതിന്റെ കാരണം ഈശ്വരി അല്ലാ തേരോ നാം സബുകോ സന്മതി ദേ ഭഗവാൻ എന്ന് പറഞ്ഞ മഹാത്മാഗാന്ധിയെ പോലുള്ളവരാണ്. അള്ളാഹു എന്ന് വിളിച്ചാലും, കർത്താവെന്ന് വിളിച്ചാലും, അയ്യപ്പൻ എന്ന് വിളിച്ചാലും, വെള്ളമെന്ന് വിളിച്ചാലും, തണ്ണീന്ന് വിളിച്ചാലും, H2O എന്ന് വിളിച്ചാലും, വാട്ടർ എന്ന് വിളിച്ചാലും ഒരേ കാര്യത്തെയാണ് വിളിക്കുന്നതെന്നതുപോലെ വ്യത്യസ്ത ഭാഷകളിൽ ദൈവത്തെ വിളിക്കാമെന്നും, അത് പരിശുദ്ധ അറബിക് ഭാഷയാകാം, സംസ്കൃതമാകാം, തമിഴാകാം, ചൈനീസ് ആകാം, ലാറ്റിൻ ആകാം, അങ്ങനെ വ്യത്യസ്ത ഭാഷകളിൽ നമ്മൾ ഒരു ദൈവത്തെ വിളിക്കുകയാണ് എന്ന ആശയം മുറുകി പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഇനിയുള്ള ലോകത്ത് ജീവിക്കുന്നത്. ഈ ലോകത്ത് 700 കോടി ജനങ്ങളുണ്ട്.
ആ 700 കോടി ജനങ്ങൾക്ക് ഒരുപാട് അവരുടേതായ വ്യത്യാസങ്ങൾ. ഇസ്ലാമിക സമൂഹത്തിൽ സുന്നികളുണ്ട്, ഷിയകളുണ്ട്, സുന്നി സമൂഹത്തിൽ വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട്. പാകിസ്ഥാനിലൊക്കെ ആണെങ്കിൽ അഹമ്മദീയരുണ്ട്. ഹിന്ദു വിഭാഗങ്ങളിൽ ഒരുപാട് അവാന്തര വിഭാഗങ്ങളുണ്ട്. ബ്രാഹ്മണരുണ്ട്, ക്ഷത്രിയരുണ്ട്, പിന്നോക്ക വിഭാഗങ്ങളുണ്ട്. ക്രിസ്ത്യൻ വിഭാഗത്തിൽ ലത്തീൻ കത്തോലിക്കരുണ്ട്, റോമൻ കത്തോലിക്കരുണ്ട്, പ്രൊട്ടസ്റ്റന്റ്സ് ഉണ്ട്. ബുദ്ധിസ്റ്റുകളിൽ വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട്, ജൈനന്മാരിൽ വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട്. ഒരുപാട് മതങ്ങളിൽ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. അടിസ്ഥാനപരമായി ശ്രീനാരായണ ഗുരുദേവനൊക്കെ മുമ്പോട്ട് വെക്കുന്നത് പോലെ മതം ഏതായാലും മനുഷ്യൻ നന്നായ മതി എന്ന് പറഞ്ഞാൽ മതത്തിന് പ്രാധാന്യം ഇല്ല എന്നല്ല, മതത്തിന് വളരെ പ്രാധാന്യമുണ്ട്. പക്ഷേ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്നും വ്യത്യസ്ത ചിന്താധാരകൾ ഏകം സത് വിപ്ര ബഹുദാ വദന്തി, സത്യം ഒന്നാണ്, ദൈവം ഒന്നാണ്, പരമാത്മാവ് പരമപുരുഷൻ ഒന്നാണ്. അല്ലെങ്കിൽ ഇനി പരമപുരുഷൻ ഇവിടെ പറയാൻ പറ്റൂ, മറ്റേ വനിതാ വേദിയിൽ ചെന്ന് പറഞ്ഞാൽ എന്ത് പരമപുരുഷൻ മാത്രം, പരമസ്ത്രീ എന്ന് പറയാത്തെന്തെന്ന് ചോദിക്കും. എങ്ങനെയാണെങ്കിൽ പരമസ്ത്രീ, പരമപുരുഷൻ, പരമവസ്തു എന്ത് വിളിച്ചാലും അതൊന്നാണ്. ആ നദികൾ സാഗരത്തിലേക്ക് എത്തുന്നത് പോലെ വ്യത്യസ്ത ഭാവങ്ങളിലൂടെ, വ്യത്യസ്ത പേരുകളിലൂടെ, ഒരാൾ പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലത്തിലൂടെ, ഒരാൾ യേശുദേവനിലൂടെ, ഒരാൾ അയ്യപ്പനിലൂടെ, ഒരാൾ ബുദ്ധനിലൂടെ, ഒരാൾ മഹാവീരനിലൂടെ, ഒരാൾ ലാവോത്സുവിലൂടെ, ഒരാൾ കൺഫ്യൂസസിലൂടെ, ഒരാൾ സരസ്വതനിലൂടെ വ്യത്യസ്ത ചിന്താധാരകൾ എത്തുന്നുണ്ട്. ആ വ്യത്യസ്ത ചിന്താധാരകളെ അംഗീകരിക്കുന്ന, ആഘോഷിക്കുന്ന, പരസ്പരം ബഹുമാനിക്കുന്ന, പരിശുദ്ധ ഖുർആനും വിശുദ്ധ ബൈബിളും ഭഗവത്ഗീതയും എല്ലാം എന്റെ വീട്ടിലിരിക്കുന്നത് എന്റെ വീട്ടിന്റെ ചൈതന്യം വർദ്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ വ്യക്തിയായ മഹാത്മാഗാന്ധിയെ സ്മരിച്ചുകൊണ്ട് ഇടതേക്ക് ചാഞ്ഞാലും വലതേക്ക് ചാഞ്ഞാലും, ഈ അഭിപ്രായം എല്ലാവർക്കും ഒന്നും ഉണ്ടാകണം നിർബന്ധമില്ല, വലതേക്ക് പോയാലും ഇടതേക്ക് പോയാലും ഒരു വിശാല അർത്ഥത്തിൽ ഒരു സെൻട്രിസ്റ്റ് മിഡിൽ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട്, ഒരു നടുക്കുള്ള മോഡറേറ്റ് ഭൂമികയിൽ നിന്നുകൊണ്ട് മതവിശ്വാസത്തെയും രാജ്യസ്നേഹത്തെയും വിശ്വമാനവികതയെയും അതോടൊപ്പം നമ്മളെല്ലാം ഒരേ ദൈവത്തിന്റെ മക്കളാണെന്നോ ബഹുസ്ഫുരണങ്ങളാണെന്നുള്ള ചിന്ത നമുക്കുണ്ടാകട്ടെ. ആ രീതിയിൽ ഇത്തരം ആശയ സംവാദങ്ങളുടെ സദസ്സ് സംഘടിപ്പിക്കുന്നതിന് ഇവരെ അഭിനന്ദിക്കുന്നു. വിശിഷ്യ എനിക്ക് തോന്നുന്നു എന്നേക്കാൾ കൂടുതൽ അറിവ് മുസ്തഫ തൻവീറിന് ഹൈന്ദവ പുരാണങ്ങളിലുണ്ട്. അതിന് അദ്ദേഹത്തെ ബഹുമാനിച്ചുകൊണ്ട് അടിസ്ഥാനപരമായി അറിയാനും അറിയിക്കാനും, തർക്കിക്കാനും ജയിക്കാനും വാദിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും, വായിക്കുന്നത് വേറൊരാൾ തെറ്റാണെന്ന് തെളിയിക്കാനല്ല, കൂടുതൽ അറിയുന്നത് മറ്റൊരാൾ മോശക്കാരനാണെന്ന് പറയാനല്ല, പക്ഷേ അടിസ്ഥാനപരമായി മുമ്പോട്ട് പോയി അവസാന വരി കൂടെ പറഞ്ഞു നിർത്തിയാൽ, നമ്മൾ നേരത്തെ കണ്ടു ഒരേ വരിയെ ഞാനും മുസ്തഫ കമാലും മുസ്തഫ തൻവീറും എങ്ങനെയാണ് വ്യത്യസ്ത രീതി വ്യാഖ്യാനിക്കുന്നത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഈ ഗ്ലാസ് വെള്ളത്തെക്കുറിച്ച്, ഇത് പകുതി നിറഞ്ഞതാണ് അല്ലെങ്കിൽ പകുതി ഒഴിഞ്ഞതാണ്. പകുതി നിറഞ്ഞതിനെ നമ്മൾ വിളിക്കും പോസിറ്റീവാണ്, ഒപ്റ്റിമിസ്റ്റിക് ആണ്, ശുഭാപ്തി വിശ്വാസക്കാരനാണ്. പകുതി ഒഴിഞ്ഞതിനെ നമ്മൾ പറയും ഇതെല്ലാം നെഗറ്റീവാണ്, നിരാശാവാദിയാണ്, പെസിമിസ്റ്റ് ആണ് എന്നൊക്കെ. എന്റെ കാഴ്ചപ്പാട് മൂന്നാമത്തെ ഒരു കാഴ്ചപ്പാടാണ്. ഇത് പകുതി നിറഞ്ഞതാണ്, പകുതി ഒഴിഞ്ഞതാണ്. പക്ഷേ ഇത് പകുതി നിറയ്ക്കാനുള്ള ഗ്ലാസാണ്. പകുതി നിറയ്ക്കാനുള്ളതായി ഈ ഗ്ലാസിനെ കണ്ടാൽ പകുതി നിറഞ്ഞു എന്നുള്ള ശുഭാപ്തി വിശ്വാസമുണ്ട്, പകുതി ഒഴിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യ ബോധമുണ്ട്. ഏറ്റവും പ്രധാനം പകുതി നിറയ്ക്കാനുള്ളതാണ് എന്നുള്ള കർത്തവ്യബോധമുണ്ട്. നമ്മുടെ മതം, നമ്മുടെ വിശ്വാസം, നമ്മുടെ സമൂഹം, നമ്മുടെ രാജ്യം, നമ്മുടെ ലോകം അതേപോലെ പകുതി നിറയ്ക്കാനുള്ള ഗ്ലാസുകളാണ്. ആ പകുതി നിറയ്ക്കാനുള്ള ഗ്ലാസിനെ മുഴുവൻ നിറയ്ക്കാൻ അള്ളാഹു എന്ന് വിളിക്കുന്ന, കർത്താവ് എന്ന് വിളിക്കുന്ന, ബ്രഹ്മം എന്ന് വിളിക്കുന്ന ആ ശക്തി നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.